നമസ്കാരം. ഈ ലോകത്തിലെവിടെയും അവിടെ സൈന്യം ഉണ്ടായിരിക്കും, പോലീസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ 10 വർഷം പോലീസുകാർ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അപ്പോൾ ഭരിക്കുന്ന ആളുകൾക്ക്, LDF കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള ആളുകൾക്ക്. ഇപ്പോൾ ഇനി പോലീസുകാരോ മറ്റാൾക്കാരോ ചെയ്യുന്ന പ്രവൃത്തികൾ അത് നല്ലതാകട്ടെ ചീത്തയാകട്ടെ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? UDF. പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ എന്താണ്? പോലീസുകാർ വരുന്നു, ലാത്തി ചാർജ് നടത്തുന്നു, വെടിവെപ്പ് നടത്തുന്നു, അവർ വെള്ളം ചീറ്റുന്നു, ആളുകളെ തലതല്ലിപ്പൊളിക്കുന്നു. പക്ഷെ നമ്മൾ കുറ്റപ്പെടുത്തുന്ന ആരെയാണ്? ഭരണാധികാരികളെ. കാരണം അവരാണ് അതിൻ്റെ പുറകിൽ. ഇവർ വിളിച്ചു ചോദിക്കും, സാർ അവിടെ വലിയൊരു അജിറ്റേഷൻ നടക്കുന്നുണ്ട്, അവർ ആയുധങ്ങളുമായിട്ട് വന്നിട്ടുള്ളത്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അവിടെ നിന്ന് അവരുടെ കൽപ്പന വരും, എങ്ങനെയില്ല അവരെ ഒഴിവാക്കൂ, ലാത്തി ചാർജ് വേണ്ട, ഫോഴ്സ് ഉപയോഗിക്കേണ്ട. അല്ലെങ്കിൽ പറയും അതിന് വിട്ടിട്ടുള്ള കളിയാണെങ്കിൽ ഫോഴ്സ് ഉപയോഗിച്ചോളൂ എന്ന്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തം പുറകിലുള്ള ആൾക്കാർക്ക് ആയതുകൊണ്ട് തന്നെ പോലീസിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ കണ്ടിട്ടില്ലേ? പോലീസ് ഞങ്ങൾക്ക് പുല്ലാണെന്നൊക്കെയും പറഞ്ഞിട്ട്. ഇതുപോലെ തന്നെ ചില വീടുകളിൽ കാണാം പട്ടികളെ വളർത്തുന്ന വീടുകൾ. വലിയ പുലിയുടെയും സിംഹത്തിൻ്റെയും പോലെയുള്ള പട്ടികളുണ്ട്. 25,000, 40,000, 60,000 രൂപയ്ക്ക് വരെയുള്ള പട്ടികളുണ്ട്. കണ്ടാൽ പേടിയാവും. അത് വഴിയെ പോകുന്ന ആളുകൾ, നമ്മളറിയില്ല, നമ്മളൊരു മതിലിൻ്റെ 2 ഭാഗത്തും മതിലാണ് പോകുന്നത്, പെട്ടെന്നാണൊരു ഭയങ്കര, നമ്മുടെ മുമ്പിൽ ആരും ചാടി വീണ പോലെ ഭയങ്കര കൊര. അത് നമ്മളാകെ പേടിക്കും. യോ, ഇത് കണ്ടിട്ട് ആ വീട്ടുകാരെഴുതിച്ചിരിക്കും. ചിലപ്പോൾ നാട്ടുകൂട്ടത്തിൻ്റെ തലവനായിരിക്കും പോകുന്നുണ്ടാകുക. അയാളുടെ പിണിയാളുകൾ വന്നിട്ട് ആ പട്ടിയുടെ തല തല്ലിപ്പൊളിക്കും. അതുണ്ടാവും അവസാനം. ചിലപ്പോൾ ആ പട്ടിയെ കൊണ്ട് നാട്ടുകാരെ കളിപ്പിക്കുന്ന ആളുകളുടെ തല തല്ലിപ്പൊളിക്കും. അതും ഉണ്ടായിട്ടുണ്ട്, എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ അതുപോലെ പലരും ഈ കഴുത്തിൽ വില കൂടിയിട്ടുള്ള ബെൽറ്റും കെട്ടിയിട്ട് റോട്ടിൽ കൂടെ നടക്കാൻ പോകും. ഞാൻ കണ്ട തന്നെ പേടിയോ. മാത്രമല്ല അത് മറ്റുള്ളവരെ കാണുമ്പോൾ എന്ന് മുരളാൻ തുടങ്ങും. അപ്പോൾ ഇയാൾ പറയും, യു ഡോണ്ട് വറി. ഇത് ഡോണ്ട് വറി. പട്ടിക്ക് ഇംഗ്ലീഷ് അറിയോ? അത് കയറി കടിച്ചാൽ പിന്നെ നമ്മൾ 2-3 മാസം ഇഞ്ചക്ഷൻ എടുക്കാൻ നടക്കണ്ടേ? അതിൻ്റെ പേരിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വഴക്കുണ്ടായിട്ട് നമ്മൾ പത്രത്തിലേയും കണ്ടിട്ടുള്ളതാണ്. ലീഗിൻ്റെ പ്രഹസന പ്രസിഡന്റ് വായില്ല കുന്നിലപ്പൻ, അയാൾ ഈ വിധത്തിൽ തുടലിൽ കെട്ടി വളർത്തുന്ന പട്ടികളുണ്ട്. അതിൽ ഒരു മന്ത്രി പുങ്കവനുമുണ്ട്, KM ഷാജി. ഇപ്പോഴിത് പറയാൻ കാര്യമുണ്ട്. പലരും എന്നോട് ചോദിക്കുന്നു, ചിലർ ഭവ്യമായിട്ടുള്ള ഭാഷയിലാണ് ചോദിക്കുന്നത്, സ്വാമിജി, പാണക്കാടനും ലീഗ് നേതാക്കളും ഒന്നും മറ്റുള്ള സമുദായത്തിൽപ്പെട്ട ആളുകളെയോ അവരുടെ നേതാക്കന്മാരെയോ ഒന്നും കുറ്റം പറയുന്നില്ലല്ലോ. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ, അദ്ദേഹം പറഞ്ഞു, അവരൊരിക്കൽ പോലും മോശമായിട്ട് സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല സ്വാമിജി. അവർ വളരെ ഡീസൻ്റാണ് സ്വാമിജി. അവരവരുടെ തറവാടിത്തം കാത്തു സൂക്ഷിക്കുന്നുണ്ട് സ്വാമിജി. എനിക്കതിന് മറുപടിയുണ്ട്. ഇവിടെ തൊടുപുഴയിലും അതാണ് പ്രധാനപ്പെട്ട വിഷയം. തൊടുപുഴയിൽ ലീഗ് ഭരിക്കും. ലീഗ് പറയും നിയമങ്ങൾ. ഇതും കഴിഞ്ഞിട്ട് ആരാണ്ടാ, ഏതവനാടാ, സുകുമാരൻ, ഏതവനാടാ, വെള്ളാപ്പള്ളി എന്ന് വെച്ചാൽ കൂട്ടത്തിൽ വെള്ളാപ്പള്ളി, തെമ്മാടി, സുകുമാര, തെമ്മാടി. ഞാൻ മറുപടി കൊടുത്തത് പാണക്കാട, തെമ്മാടി, അതിലപ്പുറമുള്ള വാക്ക് ഉപയോഗിച്ചു ഞാൻ. അപ്പം അത് തെറ്റായി. ഇത്രയും കാലം പാണക്കാട് പട്ടികളെ കുരച്ചുകൊണ്ടിരിക്കുമ്പോൾ തെറ്റല്ല, തിരിച്ചൊരു കുരച്ചാൽ അത് തെറ്റായി.
പാണക്കാടിനെ കുറിച്ച് പറയും, അയാളൊരു സാധുവല്ലേ, കുലീനനല്ലേ, ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്തവനല്ലേ, സഭ്യമല്ലാത്തൊരു വാക്കും പറയാത്തവനല്ലേ എന്നൊക്കെ. അതിനൊക്കെയും സമയാസമയങ്ങളിൽ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. തനിക്കിഷ്ടമില്ലാത്തവരെ പച്ചത്രി ഗുണ്ടായുസത്തിലൂടെ ഒച്ചയില്ലാത്തവരാക്കാൻ ഈ വായില്ല കുന്നിലപ്പൻ പ്രസിഡൻറ്റ് സാദിഖ് അലി എന്നവൻ നിയോഗിക്കുന്നത് KM ഷാജി എന്ന അൽസേഷിനെയും പിന്നെ ലീഗിൻ്റെ അടിമകളായിട്ടുള്ള ചെല്ലപ്പട്ടികളെയുമാണ്. അതാണല്ലോ തൊടുപുഴയിൽ നാം കണ്ടത്. അവരവിടെ പറയാവുന്ന വൃത്തികേടുകൾ ഈ സമൂഹത്തിൻ്റെ, ഹിന്ദു സമൂഹത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെയാണ് പറഞ്ഞത്. എന്തെങ്കിലും വിവേകമുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ കമ്മിറ്റി പിരിച്ചു വിട്ടു അത്രേ. അതല്ല വേണ്ടത്. അവന്മാർക്കെതിരെ നടപടിയെടുക്കണം. മാത്രമല്ല, കണിച്ചുകുളങ്ങര പോയിട്ട്, പെരുന്നയിൽ പോയിട്ട് ഈ വായില്ല കുന്നിലപ്പൻ വായ തുറന്ന് പറയണം, ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണ്, ക്ഷമിക്കണമെന്ന്. ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ടല്ലോ ക്ഷമിക്കണമെന്ന്. ഇന്നലെ പറഞ്ഞു നരേന്ദ്രമോദി സൗമ്യനാണ്, എന്തിനും നേരിടാനുള്ള ശേഷിയുണ്ട്, അദ്ദേഹത്തിന് നേരെ ആരെങ്കിലും വന്നാൽ ഞങ്ങൾ ഇടപെടും എന്നൊക്കെയും പറഞ്ഞ അങ്ങേര്. അതൊരു തരത്തിൽ ഒരു അങ്ങേരുടെ തല കുനിക്കലാണ് ഇന്ത്യയുടെ മുമ്പിൽ. ഇവന്മാരാരാണ് ഈ മലപ്പുറം രാജാക്കന്മാർ, ഈ മലപ്പുറം മാഫിയ, മലപ്പുറം തമ്പരാക്കന്മാർ? ആരാണവർ? അവർ കരുതുന്നുണ്ട് അവരാണ് ഈ ലോകത്തിൽ നെറുകയിലിരിക്കുന്നതെന്ന്. അതെനിക്കും തോന്നാറുണ്ട്. എൻ്റെ വീടിനകത്തിരിക്കുമ്പോൾ ഞാനാണ് ഈ ലോകത്തിൻ്റെ ചക്രവർത്തി. ആരോ പറഞ്ഞ പോലെ ഒരു ഭ്രാന്തൻ്റെ ജൽപ്പനമാണ്, ഒരു കഥയാണത്. ഒരു ഇന്ത്യൻ കഥയല്ല, വിദേശ കഥയാണ്. അയാളെപ്പോഴും പറയത്ര ഞാനാണ് ലോകത്തിൻ്റെ സെൻട്രലൈസ്ഡ് പവർ സിസ്റ്റം എന്ന്. അപ്പോൾ ആരോ രാജാവ് ഇയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അപ്പോൾ രാജാവിനേക്ക് നിഷേധിക്കുകയല്ലേ, ദൈവത്തെ നിഷേധിക്കുകയല്ലേ. ശരി, അയാൾ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നു. അപ്പോൾ രാജാവ് ചോദിച്ചു, എന്താണ് അങ്ങ് പറയാൻ കാരണം? അപ്പോൾ പറഞ്ഞു, മഹാരാജൻ, എൻ്റെ മുമ്പിൽ നിന്നാണ് കിഴക്ക് ഉത്ഭവിക്കുന്നത്. ഇവിടെയാണ് പടിഞ്ഞാറ്, എൻ്റെ പിൻഭാഗം പടിഞ്ഞാറാണ്. എൻ്റെ ഈ ഭാഗമാണ് വടക്ക്, ഈ ഭാഗമാണ് തെക്ക്. അപ്പോൾ എല്ലാ ദിക്കുകളുടെയും മധ്യത്തിലാണ് ഞാനിരിക്കുന്നത് എന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? രാജാവ് പറഞ്ഞു, അത് ശരിയാണല്ലോ. അപ്പോൾ ഞാൻ മാത്രമേ ഈ ലോകത്തിലുള്ളൂ എങ്കിൽ ഞാനാണ് ഈ ലോകത്തിൻ്റെ സെൻട്രലൈസ്ഡ് പവർ സിസ്റ്റം. ഇതാണ് ഈ വായില്ല കുന്നിലപ്പൻ വിളിച്ചു കൂവുന്നത്. അവനപ്പുറം ഒരു ലോകമില്ല. അതുകൊണ്ടാണ് അവർ പരമപിതാവായിട്ടുള്ള പരമദൈവതമായിട്ടുള്ള അള്ളാഹുവിനെ പോലും ചവിട്ടി മാറ്റിയത്. ഇപ്പോൾ തൊപ്പി വേണ്ട, കിരീടം വേണ്ട, ഒന്നും വേണ്ട. 10 വർഷത്തെ ക്ഷീണം തീർക്കാൻ നക്കി അതിന് ഭരണം കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി മറ്റൊരു കാര്യമില്ല. അവിടെ അള്ളാഹുവുമില്ല, പ്രവാചകനുമില്ല, ഖലീഫമാരുമില്ല, വിശുദ്ധ ഖുറാനുമില്ല, ഇസ്ലാമുമില്ല, മുസ്ലിമില്ല, ഒന്നുമില്ല. നക്കിയോണെന്നൊക്കെ കിട്ടിയ അവസരത്തിൽ ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഇതിനൊക്കെയാണ് ചതി. നമ്മൾ വാക്കുകൊണ്ട് പറയുന്നതല്ല. ഒരാൾ പോകുമ്പോൾ ഒടാ കള്ള എന്ന് പറയുന്നതല്ല. മറ്റുള്ളവർ കൊണ്ട് പറയിപ്പിക്കുമ്പോഴും അയാൾക്കത് ഏൽക്കുന്നുണ്ട്. അപ്പോൾ ഒരാളെ അവഹേളിക്കാൻ, അധിക്ഷേപിക്കാൻ മാർഗങ്ങൾ പലതാണ്. എല്ലാം കഴിഞ്ഞ് നമ്മളിതൊന്നും അറിഞ്ഞില്ല രാമനാരായണെന്ന് പറഞ്ഞ് ഇളിച്ചിരിക്കുകയാണ് ആ ഊശാമ്പിച്ചക്കൻ സാദിഖ് അലി. അവനായിട്ട് യാതൊരു പേഴ്സണാലിറ്റിയും ഇല്ല, വായ തുറക്കാൻ അറിയില്ല. എന്തായാലും ഈ ചെല്ലപ്പട്ടികളേക്കാൾ വലിയ ശബ്ദത്തിലും കൂടുതൽ സമയമെടുത്തും കുരയ്ക്കാൻ പറ്റിയ നായ്ക്കൾ ഹൈന്ദവ സമൂഹത്തിലുണ്ടെന്ന് അറിഞ്ഞാൽ നല്ലതാണ്. അത് ഈ പാണക്കാടും കൂട്ടുകാരും അറിഞ്ഞാൽ നല്ലതാണ്. ആ വിധം കുരയും തെറിയും തിരിച്ചു കിട്ടുമ്പോൾ പാണക്കാരനും അയാളുടെ പട്ടികളും ഇങ്ങനെ കൊള്ളരുത് കേട്ടോ, കൊള്ളരുത്. ഒരു കല്ലെടുത്ത് മേലിട്ട് അതിന് താഴെ നിന്ന സ്ഥിതി എന്താ? കല്ലൊന്ന് തലയിൽ വീഴും. അതിന് കല്ലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സ്വയം കൃതാനർത്ഥം നിങ്ങൾ ചെയ്യുന്ന തെറ്റ്
സ്വയം കൃതമായിട്ടുള്ള അനർത്ഥങ്ങൾ അത് നിങ്ങളെ തന്നെ ഒന്ന് ഏൽക്കുന്നു, അത്രയേ ഉള്ളൂ. ഏഴാം കൂലികളായിട്ടുള്ള കവലച്ചട്ടമ്പികളെ തുറന്നു വിടുന്ന പാണക്കാടൻ, അവന്മാർ ഹിന്ദു സമുദായ നേതാക്കൾ അധിക്ഷേപിച്ചത് കണ്ട് ആരും അറിയാതെ ആത്മാനന്ദം കൊള്ളുകയാണിപ്പോൾ. നിർത്തിയിട്ടില്ല. ഇപ്പോഴും വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുക, പല രൂപത്തിലും പല ഭാവത്തിലും. ചില പിള്ളേർ വീഡിയോ എടുത്ത് ചിരിച്ചുകൊണ്ടാണ്. നിങ്ങളറിഞ്ഞില്ലേ നമ്മുടെ കള്ള് ബിസിനസ്സുകാരനെ, ആ കള്ളാപ്പിള്ളി, അയാളൊരു കള്ളനാണല്ലോ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഈഴവ സമുദായത്തിൽ പോലും അയാൾക്ക് സപ്പോർട്ടില്ലല്ലോ. ഇതുവർ വിധിക്കുകയാണ് ആദ്യമായിട്ട്, അതങ്ങോട്ട് വിധിക്കുകയാണ് അവർ. 40 വർഷമായിട്ട് ഈഴവ സമുദായത്തിൻ്റെ തലതൊട്ടപ്പനായിട്ടിരിക്കുന്ന ആളെക്കുറിച്ചായി പറയുന്നത്, ഈ തെമ്മാടിക്കൂട്ടം പറയുന്നത്. ഈ പാണക്കാടൻ്റെ വളർത്തു നായ്ക്കൾ പറയുന്നത്, ഹേ പാണക്കാടാ, ഈ നികൃഷ്ടജീവികളെ അടക്കം വയ്ക്കാൻ നിനക്കായില്ലെങ്കിൽ അത് പറ. ഇന്നത്തെ പുതു സാഹചര്യത്തിൽ ആ ജോലി ഏറ്റെടുക്കാൻ ഹൈന്ദവർക്ക് നന്നായിട്ട് കഴിയും കേട്ടോ. അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാതിരുന്നാൽ നല്ലത്. എല്ലാവരും പറയും സ്വാമി മതസ്പർദ്ധ ഉണ്ടാക്കരുത്. മതസ്പർദ്ധ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങളിപ്പോൾ കാണിക്കുന്ന വൈകൃതാത്മകമായിട്ടുള്ള തുച്ഛമായിട്ടുള്ള മ്ലേച്ഛമായിട്ടുള്ള പ്രവൃത്തികൾ കണ്ടും കേട്ടും ഇരിക്കാൻ ആർക്കും ഒരു പരിധിവരെ മാത്രമേ കഴിയുള്ളൂ. അത് കഴിഞ്ഞ് അവർ ഇറങ്ങിത്തിരിക്കും. ആയതിനാൽ ഈ വളർത്തുപട്ടികളെ, KM ഷാജി അടക്കമുള്ള വളർത്തുപട്ടികളെ കയ്യാളുകളായിട്ട് നടത്തുന്ന പാണക്കാടൻ നാടകം നിർത്തിവെക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ ഈ തേർഡ് റേറ്റ് കളി അവസാനിപ്പിച്ച് നാക്കിന് ബലമുണ്ടെങ്കിൽ, അതിലെ വാക്കുകൾക്ക് ബലമുണ്ടെങ്കിൽ, ഒപ്പം ഉപയോഗിച്ച് ലിംഗബലം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നേരിട്ട് വാ. അതല്ലേ മാന്യത. അങ്ങനെയായാൽ അതിനെ, അതായത് താങ്കളെ സുഹൃതജന്മം എന്ന് വിളിക്കാം. എന്നാൽ ഇപ്പോഴത്തെ തിരശ്ശീലയ്ക്ക് പുറയിൽ നിന്നുകൊണ്ടുള്ള ഈ കളിയുണ്ടല്ലോ, അത് നിങ്ങൾ തുടർന്നാൽ ഹേ പാണക്കാടാ, നിങ്ങളൊരു പാഷാണ ജന്മം മാത്രമായിട്ട് മാറും, നികൃഷ്ട ജന്മം മാത്രമായിട്ട് മാറും. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ സംഘപരിവാറിൻ്റെ വാലാട്ടികളാകാൻ തുടങ്ങിയപ്പോൾ അപ്പോഴേ നിങ്ങൾ പാഷാണ ജന്മങ്ങളായി മാറിയല്ലോ. ലീഗിൻ്റെയും അവരുടെ ഈ പറഞ്ഞ വായില്ല കുന്നിലപ്പൻ പ്രസിഡൻറ്റിൻ്റെയും കയ്യാളുകളെ അത് വെച്ചുള്ള ഗുണ്ടായിസം, അത് നോൺ വർഗീയതയാണ് കേട്ടോ. അതിൽ വർഗീയതയില്ല, അത് നോൺ വർഗീയതയാണ്. അത് തന്നെ തിരിച്ച് കാണിക്കുമ്പോൾ അത് ക്ലിയറായിട്ടുള്ള അബ്സല്യൂട്ടായിട്ടുള്ള വർഗീയതയും. വെള്ളാപ്പള്ളി പറയുന്ന വർഗീയത, സുകുമാരൻ നായർ പറയുന്ന വർഗീയത, ഇവർ പറയുന്നതൊക്കെ സ്വർഗീയത. അതങ്ങോട്ട് വിലയിരുത്തുകയാണ്. ഇവരുടെ കുറയിൽ കുറേ ആൾക്കാരുണ്ട്. ഇന്നലെ ഒരുത്തം പറയണ്ടായിരുന്നു, ആദ്യം തന്നെ മുൻകൂർ ജാമ്യമാണ്. മുസ്ലിം ലീഗിൻ്റെ ആളുകൾ പൊതുവെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചെയ്യുന്നവരാണല്ലോ, അവനാ പറയുന്നത്. അതിന് നേതൃത്വത്തിരിക്കുന്ന ആൾക്കാർ എപ്പോഴും ആധ്യാത്മികമായിട്ടുള്ള സുഹൃതം കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണല്ലോ. അവരുടെ ഭാഗത്ത് നിന്ന് അതുകൊണ്ട് തന്നെ സഭ്യത വിട്ടൊരു വാക്ക് പോലും പുറത്തു വരില്ലല്ലോ. ഓക്കെ, നേരെ പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ എന്നാൽ എനിക്കറിയാം ആ കൺജക്ഷൻ അവിടെ വരുന്നു. മറ്റുള്ളവരെന്താ ചെയ്യുന്നത്? ഹൈന്ദവരെ ചൂണ്ടിക്കാണിച്ചാൽ പറഞ്ഞത്. അവർക്ക് അന്തസ്സായിട്ട് സംസാരിക്കാൻ കഴിയുമോ? ഭാഷയുണ്ടോ? അസൂയയല്ലേ കൈമുതൽ, വർഗീയതയല്ലേ കൈമുതൽ, ഭീഷണിയും ഇതൊക്കെയും പറഞ്ഞ് മറ്റുള്ളവരെ അവഹേളിക്കുക. ഇതൊന്നും ആരും കാണുന്നില്ലെന്ന്, കണ്ട് ആനന്ദിക്കുന്നില്ലെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണമെങ്കിൽ അവർ തിന്നുന്നത് വേറെന്തെങ്കിലും സാധനങ്ങളായിരിക്കണം. ഇസ്ലാം മതത്തിൻ്റെ പേരിൽ മുസ്ലിം നാമമുള്ള പാർട്ടിയുടെ മറവിൽ
പാകിസ്ഥാൻ പച്ചക്കൊടി ജിന്ന കൊടുത്ത മുഹമ്മദ് അലി ജിന്ന കൊടുത്ത പാകിസ്ഥാൻ പച്ചക്കൊടിയും ഉയർത്തിക്കാണിച്ച് ഹേ പാണക്കാട്, നീ കേരള സമൂഹത്തിലേക്ക് ഒളിച്ചു കിടത്തുന്ന വർഗീയതയുണ്ടല്ലോ, മതമൗലിക തീവ്രവാദമുണ്ടല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചടിക്കും കേട്ടാ. ഹേ പാണക്കാട്, താനും തൻ്റെ പിണിയാളുകളും ഇപ്പോൾ ഇസ്ലാം മതത്തിന് തന്നെ അവഹേളനമാണ്, അപമാനമാണ്. വന്ദേ മാതരം പഞ്ചസാര പായസം പോലെ നക്കി കുടിച്ചവരല്ലേ നിങ്ങൾ ഡീഗോളികൾ? സംഘപരിവാർ തമ്പുരാക്കന്മാരുടെ മുഖം ചുളിയാതിരിക്കാൻ അള്ളാഹുവിനെ പുറങ്കാലം കൊണ്ട് തട്ടിക്കളഞ്ഞവരല്ലേ നിങ്ങൾ ഡീഗോളി നേതാക്കൾ? അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്തിന് തലയിൽ തുർക്കിത്തൊപ്പിയും വെച്ച്, അതാണ് അവരുടെ ഭാഷ്യം. ആ തൊപ്പി, ആ അലങ്കാരവും അതും വലിച്ചെറിഞ്ഞു. അതും നമ്മൾ കണ്ടതാണ്. ഇതിനൊന്നും ഇതുവരെ ന്യായീകരണം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോൾ സാക്ഷാൽ നരേന്ദ്രമോദിയുടെ വിസർജ്യം, ദാറ്റ് മീൻസ് PM ശ്രീ, അത് ഉരുട്ടിക്കുഴച്ച് പരുവപ്പെടുത്തുകയാണ് ഉണ്ടയാക്കി വിഴുങ്ങാൻ ഇതേ ലീഗിൻ്റെ ആളുകൾ. PM ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 5 അക്ഷരം മാത്രമല്ല കേട്ടോ. ഇവിടെയുള്ള ചരിത്രത്തെ വഴിതിരിച്ചുവിടും. അതിന് പുതുചരിത്രം, പുതുഭാഷ്യം അവർ രേഖപ്പെടുത്തും. മഹാനായ അക്ബറൊന്നും അവിടെ ഉണ്ടാവില്ല കേട്ടോ. ഷാജഹാൻ അവിടെ ഉണ്ടാവില്ല. മുഗൾ ചരിത്രം അവിടെ ഉണ്ടാവില്ല. അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. അങ്ങനെ സ്വയം കൂട്ടിക്കൊടുത്ത് പൈസ വാങ്ങിക്കുന്ന പരിപാടിയാണ് PM ശ്രീ. ആയതുകൊണ്ടാണ് അതിനെ തള്ളിക്കളഞ്ഞത് കഴിഞ്ഞ ഗവൺമെൻറ്. തള്ളിക്കളഞ്ഞല്ലേ ഇപ്പം ഇവർ രണ്ടുപേരെയും തെളിവില്ല. മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ കറുത്ത ചായം തേച്ചു വെച്ചിരിക്കുകയാണ്. ചായം തേക്കാൻ നിർബന്ധിതരാകുകയാണ് PM ശ്രീ നടപ്പാക്കുന്നതിലൂടെ മുസ്ലിം ലീഗ്, UDF അഥവാ മുസ്ലിം ലീഗ്. പാണക്കാട്ടെ പാഴ് ജന്മത്തിന് ഇതൊന്നും വകയിരുത്തി ചിന്തിക്കാൻ സമയമില്ല, ശേഷിയുമില്ല. കാരണം 10 കൊല്ലം കൊണ്ട് നഷ്ടപ്പെടുത്തിയത് ഇനി എത്ര കാലം ഇരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഉള്ള സമയത്ത് അടിച്ചു വാരി തുടയ്ക്കുക, അതല്ല പരിപാടി. യുദ്ധം അവസാനിച്ചു. ഗൾഫിലെ യുദ്ധം അവസാനിച്ചതുകൊണ്ട് അടുത്ത ഗൾഫ് ടൂറുകൾ ആസൂത്രണം ചെയ്യുന്ന തിരക്കിലാണ് പവന്മാർ. പുതുമോഡൽ കാറുകൾ കണ്ടെത്തണം, വാങ്ങണം. അതിലപ്പുറം അവർക്കൊരു ലോകവുമില്ല. പിന്നെ മറ്റു കുറേ ആളുകൾ, കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകളെയും കൂടി ആലോചിച്ച് ചെയ്ത് തീരുമാനമെടുത്തതിന് ശേഷം ആ ഡിസിഷൻ എടുത്ത് കഴിഞ്ഞു എന്നിട്ട് പറയും തീരുമാനം പാണക്കാടിന് വിട്ടിരിക്കുന്നു. അയാൾക്ക് എഴുത്തും വായനയും അറിയില്ല, വായില്ല കുന്നിലപ്പന, തിന്നാൻ തൂറാനും മാത്രമേ അറിയുള്ളൂ. അയാൾക്ക് വിട്ടിരിക്കുന്നു അത്രേ. ഇതൊക്കെ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? പാവപ്പെട്ട മുസ്ലിങ്ങളെ, പരമപിതാവായിട്ടുള്ള അള്ളാഹുവിന് വിട്ടുകൊടുത്തു പറഞ്ഞ പോലെ വിട്ടുകൊടുക്കുന്നത്. തീരുമാനം പാണക്കാടിന് വിട്ടുകൊടുത്തു. മലർന്നു കിടന്ന് തുപ്പുകയാണ്. ഇവരുടെ പുറയിൽ പോകുന്ന ലീഗോളികൾ. അവരുടെ മനസ്സ് അടിമകളുടെ മനസ്സാണ്, വിധേയത്വത്തിൻ്റെ മനസ്സാണ്. അവർക്ക് അതിനപ്പുറം ഉയരാൻ കഴിയില്ല. അങ്ങനെയുള്ള കുറേ ആൾക്കാരുള്ളതുകൊണ്ടാണ് ഇവന്മാർ ഈ തെമ്മാടിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 10 വർഷം തൊട്ട് നക്കാൻ കിട്ടാത്തതിൻ്റെ ക്ഷീണം തീർക്കണം. ഇനി അതിനാ സമയം. ദുബായ് ഇപ്പോൾ അറേബ്യ ഇപ്പോൾ പണ്ടത്തെ പോലെ പൊന്നു വിളയുന്ന നാടല്ല. അപ്പോൾ പിന്നെ കേരളത്തെ അങ്ങോട്ട് ഊറ്റുക, അതെൻ്റെ പരിപാടി. പൂതനയോട് ശ്രീകൃഷ്ണൻ ചെയ്ത പോലെ ആദ്യം മുലയിൽ നിന്ന് പാലൂറ്റുക, അത് കഴിഞ്ഞാൽ രക്തമൂറ്റുക. പക്ഷെ അതിനൊക്കെ അവസരം കിട്ടുമെന്ന് തോന്നുന്നില്ല. അതിനു മുമ്പേ കാട്ട പുഴകും, അല്ലെങ്കിൽ കേന്ദ്രം കട പുഴക്കും. ബംഗാളിലേക്ക് സംഭവിച്ച പോലെ നിങ്ങളിപ്പോൾ പരിപൂർണമായിട്ടും RSSൻ്റെ ആജ്ഞാനുവർത്തികളായി മാറിക്കഴിഞ്ഞു. അന്ന് മാറാട് കലാപമുണ്ടാക്കുമ്പോൾ BJP ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശിശുവായിരുന്നു.
ചോദിക്കാനും പറയാനും ആരുമില്ല. ആ അവസ്ഥയിൽ മാറാട് ഹൈന്ദവർക്ക് നേരെ ആയുധമെടുത്ത് പ്രയോഗിച്ചു. കുറേ എണ്ണത്തിനെ പാവം ഹൈന്ദവരെ നിങ്ങൾ കാലപുരിക്കയച്ചു. അതും പാണക്കാടന്മാർ തന്നെയായിരുന്നു എൻ്റെ സൂത്രധാരന്മാർ. ആ കളിയാണ് നിങ്ങളിപ്പോഴും തുടരുന്നത്. തിരശ്ശേലിക്ക് പുറയിൽ നിന്ന് ആ കളിയാണ് നിങ്ങളിപ്പോഴും തുടരുന്നത്. നിങ്ങളുടെ കയ്യാളുകളെ കൊണ്ട്, നിങ്ങളുടെ വളർത്തുപട്ടികളെ കൊണ്ട് നിങ്ങളിപ്പോൾ ഒന്നാം തരം വർഗീയവാദികളായി മാറിയിരിക്കുകയാണ്. ഒന്നാം തരം തീവ്രവാദികളായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെയൊക്കെ തന്നെ. പക്ഷേ മറ നീക്കി പുറത്തു വന്ന കാര്യങ്ങൾ മതമൗലികവാദികളായിട്ട് മാറി. നിങ്ങളെപ്പോൾ സഞ്ചരിക്കുന്നത് സത്യത്തിൻ്റെ സരണിയിലൂടെയല്ല, സത്യസരണിയിലൂടെയല്ല നിങ്ങൾ മുന്നേറുന്നത്. മറിച്ച് നിങ്ങളുടെ സരണി ജഹന്നത്തിൻ്റെ സരണിയാണ്. ദാറ്റ് മീൻസ് യു ആർ ഗോയിങ് ടു ജഹന്നം. നിങ്ങൾ നരകത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യു ആർ ഗോയിങ് ടു ഹെൽ. ഹേ പാണക്കാട, നിന്റെ യാത്ര ചെന്നെത്തുന്നത് നരകത്തിലായിരിക്കും കേട്ടോ. നമസ്കാരം.